ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ വൻ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഛായാഗ്രാഹകനായിരുന്ന റോബി വർഗീസ് രാജ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. അന്ന് വെറും 5 ദിവസം കൊണ്ട് മുഴുവൻ പ്രതികളെയും അവരുടെ ഏരിയയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഒരു ടീമുണ്ട്, കണ്ണൂർ സ്ക്വാഡ്. அப்ப வந்தான் தலைவர் அவன். തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന ഭ്രമയുഗം 50 കോടി ക്ലബിലെത്തിയതോടെ സൂപ്പർ താരം മമ്മൂട്ടിയെ തേടി പുതിയൊരു കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് എത്തിയത്. അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? ഇതോടെ തുടർച്ചയായ 3 വർഷങ്ങളിലും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ താരമായാണ് മമ്മൂട്ടി മാറിയത്. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. ഒറ്റ പേരാണ് മമ്മൂക്ക. എന്തുകൊണ്ട് മമ്മൂക്കയെ പോലൊരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മറുപടി.